ഇവിടെ ഇവരുടെ ഇടയിൽ നിന്ന് ഒരാളുടെ ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മൾ പ്രീ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഹായ് പാർവതി, നമസ്കാരം. ഞാൻ കല. പണ്ടൊരിക്കൽ എനിക്ക് മുക്കത്ത് പോവാനും കാഞ്ചനമാലയോടൊപ്പം കുറേ അധികം സമയം ചെലവഴിക്കാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് അവരുടെ പ്രണയത്തെക്കുറിച്ചും പ്രണയനഷ്ടങ്ങളെക്കുറിച്ചും നമ്മളോട് ഒരുപാട് നേരം സംസാരിച്ചു. എന്റെ ചോദ്യം, പാർവതിക്ക് പ്രണയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഇതുപോലെയാണോ കാഞ്ചനമാല മൊയ്തീനെ പ്രണയിച്ചത്? അത്ര തീവ്രതയിലും ആഴത്തിലും പാർവതിക്ക് പ്രണയിക്കാനാകുമോ എന്നതാണ്. ഇനി അവസരം കിട്ടിയാലാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായതുകൊണ്ട് എനിക്ക് പ്രണയിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ AVയിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിൻ്റെ മൊയ്തീൻ വന്ന് സിനിമ കഥ കേട്ടു, സ്ക്രിപ്റ്റ് വായിച്ചു, ആൻഡ് ഐ റിയലി വാണ്ടഡ് ടു ഡു ഇറ്റ്. പിന്നെ പൃഥ്വിരാജാണ് അഭിനയിക്കുന്നത്, ആൻഡ് ഐ എം ജസ്റ്റ് ബിഗിനിങ് ടു ബി എൻ ആക്ടർ ആ സമയത്ത്. പക്ഷേ മൈ ബിഗ്ഗസ്റ്റ് പുൾ ഇൻ ടു ദിസ് ക്യാരക്ടർ വാസ് ഐ ഡോണ്ട് നോ ഹൗ കാഞ്ചന ചേച്ചിക്ക് അങ്ങനെ പ്രണയിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന്. അതായത് ചേച്ചിയെ കണ്ടുമുട്ടി ചേച്ചിനോട് സംസാരിക്കുമ്പോൾ യു ക്യാൻ ഫീൽ ദാറ്റ് മൊയ്തീൻ ഇപ്പോഴും അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അത് യു ക്യാൻ സീ ഇറ്റ് ഇൻ ഹെർ ഐസ്, ദ വേ ഷീ സ്പീക്സ്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഐ ഹോപ്പ് ഐ ഗെറ്റ് ടു ലവ് സമ്മൺ ലൈക്ക് ദാറ്റ്. ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. പക്ഷെ അറ്റ്ലീസ്റ്റ് സിനിമയിൽ അഭിനയിച്ചെങ്കിലും അങ്ങനെ പ്രണയിച്ച എല്ലാരും മാത്രം ഒന്ന് കൈയടിച്ചേ. വളരെ കുറച്ചു പേരേ ഉള്ളൂ.